വേനൽക്കാലത്തോടെ പാകിസ്ഥാൻ ഇന്ത്യ ജലതർക്കം രൂക്ഷമായേക്കുമെന്ന് റിപ്പോർട്ടുകൾ. സിന്ധു നദീജല ഉടമ്പടി തന്നെ മരവിപ്പിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ രവി നദിയിൽ നിന്നുള്ള വെള്ളവും ഇന്ത്യ തടഞ്ഞേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചന. മാർച്ച് അവസാനത്തോടെ ഷാഹ്പൂർ കന്തി ബാരേജ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇന്ത്യക്ക് ആവശ്യത്തിനുള്ള സംഭരണശേഷി ലഭിക്കും. ഇതോടെ പാകിസ്ഥാനിലേക്ക് ഒഴുക്കിവിടുന്ന അധിക ജലം ഇന്ത്യ നിലനിർത്തും. ജമ്മു കാശ്മീർ മന്ത്രി ജാവേദ് അഹമ്മദ് റാണിയാണ് ഈ വിവരം അറിയിച്ചത്. പാകിസ്ഥാനിലേക്ക് അധിക ജലം ഒഴുക്കുന്ന സാഹചര്യം നിർത്തണമെന്നും അതിനുള്ള തയ്യാറെടുപ്പിലാണെന്നും അദ്ദേഹം പറയുന്നു. വരൾച്ചാ മേഖലകളായ കത്വ, സാംബ ജില്ലകളിലേക്കായിരുന്നു വെള്ളം നൽകിയിരുന്നത്. ഒഴുക്ക് തടയുമ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതം എന്തെന്ന ചോദ്യത്തിന് പാകിസ്ഥാന്റെ കാര്യം എന്തിനന്വേഷിക്കുന്നുവെന്നും അവരുടെ പ്രശ്നങ്ങൾ അവർ തീർക്കട്ടെയെന്നുമായിരുന്നു റാണയുടെ മറുപടി. 1960 ഉടമ്പടി അനുസരിച്ച് സത്ലജ്, ബിയാസ്, രവി ഉൾപ്പെടുന്ന കിഴക്കൻ നദികളിലെ അവകാശം ഇന്ത്യക്കാണ്. സിന്ധു, ഝലം, ചെനാബ് എന്നീ നദികളിലെ ജലമാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സംഭരണശേഷിയുടെ അഭാവത്താലാണ് രവിയുടെ വെള്ളം ഇതുവരെ ആ രാജ്യത്തിന് നൽകിയിരുന്നത്. ഇനി സാഹചര്യം തീർത്തും മാറും. പാകിസ്ഥാനിലെ കാർഷിക മേഖലയെ ഉൾപ്പെടെ മോശം രീതിയിൽ ഈ നടപടി ബാധിച്ചേക്കുമെന്നാണ് വ്യാപകമായ റിപ്പോർട്ടുകൾ. ലാഹോർ, മുൾട്ടാൻ പോലുള്ള പ്രധാന നഗരങ്ങളിലെ കുടിവെള്ള ലഭ്യതയെയും ഇത് ബാധിച്ചേക്കാം. 1979 ഷാഹ്പൂർ കന്തി പദ്ധതി രൂപകൽപ്പന ചെയ്തത്. 46 വർഷങ്ങൾക്ക് ശേഷമാണ് പദ്ധതി പ്രാവർത്തികമാകാൻ പോകുന്നത്. 1982 ഇന്ദിരാഗാന്ധി ശിലയിടൽ നടത്തിയെങ്കിലും പിന്നാലെ രാഷ്ട്രീയ തർക്കങ്ങളുടെ പേരിൽ പദ്ധതി നിലച്ചിരുന്നു. 2013 വീണ്ടും നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും 2014 പഞ്ചാബ്, ജമ്മു കാശ്മീർ തർക്കം മൂലം വീണ്ടും അത് തടസ്സപ്പെട്ടു. 2018 കേന്ദ്രം ഈ പദ്ധതിക്കായി 485 കോടി അനുവദിച്ചു. തുടർന്നാണ് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചത്. അതേസമയം ഇന്ത്യയുടെ നീക്കത്തിനെതിരെ ഇതിനോടകം തന്നെ പാകിസ്ഥാൻ ഹേഗിലെ മധ്യസ്ഥ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ലെന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെയും നിലപാട്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പഞ്ചാബിലെ 5000 ഹെക്ടറോളം കാർഷിക മേഖലയ്ക്ക് ഇത് ഗുണം ചെയ്യുമെന്നും വാദമുണ്ട്. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പരാതിയിൽ ഹേഗിലെ ആർബിട്രേഷൻ കോടതി പുറപ്പെടുവിച്ച ഉത്തരവുകൾ ഇന്ത്യ തള്ളിയിരുന്നു. കോടതി നടത്തുന്ന നടപടികൾ നിയമവിരുദ്ധമാണെന്ന് ആവർത്തിച്ച് ഇന്ത്യ കോടതിയുടെ പ്രവർത്തനങ്ങൾക്കോ ഉത്തരവുകൾക്കോ നിയമസാധുതയില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. അതിനാൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള രേഖകൾ ഹാജരാക്കാനോ വാദങ്ങളിൽ പങ്കെടുക്കാനോ ഇന്ത്യ തയ്യാറല്ലെന്നാണ് സർക്കാർ വൃത്തങ്ങളെന്ന് അറിയിച്ചത്. ഇന്ത്യയുടെ ബഗ്ലിഹാർ, കിഷൻഗംഗ ജലവൈദ്യുത പദ്ധതികളുടെ ലോഗ് ബുക്കുകൾ ഹാജരാക്കാൻ ആർബിട്രേഷൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ പദ്ധതികളിലെ ജലസംഭരത്തിന്റെ അളവ് പരിശോധിക്കാനായിരുന്നു കോടതിയുടെ നീക്കം. എന്നാൽ കോടതിയുടെ ഉത്തരവുകൾക്ക് നിയമസാധുതയില്ലാത്തതിനാൽ ലോഗ് ബുക്കുകൾ ഹാജരാക്കില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. സാങ്കേതിക തർക്കങ്ങൾ പരിഹരിക്കാൻ സ്വതന്ത്ര വിദഗ്ധരെ നിയമിക്കുന്നതിന് പകരം പാകിസ്ഥാൻ ആർബിട്രേഷൻ കോടതിയെ സമീപിച്ചത് കരാറിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഏപ്രിൽ 23 ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് ഉത്തരവിട്ടത്. ഭീകരവാദം അവസാനിപ്പിക്കാതെ പാകിസ്ഥാനുമായി ജലസഹകരണം സാധ്യമല്ല എന്ന ഇന്ത്യയുടെ വ്യക്തമായ സന്ദേശമായിരുന്നു ആ നീക്കം. പാകിസ്ഥാന്റെ കൃഷിയുടെ 80 മുതൽ 90% സിന്ധു നദിയിലെ ജലത്തെയാണ് ആശ്രയിക്കുന്നത്. നിലവിൽ പാകിസ്ഥാനിലെ പ്രധാന ജലസംഭരണികളായ തബേല, മംഗ്ല എന്നിവയിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ താഴ്ന്നിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ കടുത്ത നിലപാടുകൾ പാകിസ്ഥാനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.